ന്യൂ ഫ്ലാറ്റ് തന്നെ വേണം എന്നുള്ളതായിരുന്നു അജിഷയുടെ താല്പര്യം. അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടാണ് ഈ ആർക്കോൺ ഇൻസ്പയറിൽ വരികയും ഇവിടെ ഒരു ഫ്ലാറ്റ് നോക്കുകയും ചെയ്തു. പ്രൊഫഷണലായിട്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയും അതിനുവേണ്ടി കുറേ വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വൈഫാണ് ഒത്തിരി സെർച്ച് ചെയ്തിട്ടും നെറ്റിൽ നോക്കിയും പിന്നെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ ഫൈനലി ഷി ഓൺലി കൺക്ലൂഡഡ് ഡി ലൈഫ് ചോയ്സ്. ഞാൻ ഈ കളർ ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കളർ പാറ്റേൺ അല്ലാതെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് കളറായിരുന്നു ഇഷ്ടം. പക്ഷെ ഔട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു യൂട്ടിലിറ്റി റൂം, കിച്ചൺ, ഹാള്, പിന്നെ ഒരു 4 ബാൽക്കണിയുണ്ട്. ഈവനുള്ള ബാൽക്കണിയിലുള്ള എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് പോലും വളരെ മൈന്യൂട്ടായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ റൂമിൽ എനിക്ക് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നല്ലൊരു ചിൽ വൈബായിരിക്കും. അവിടെ നിന്നാണ് ക്രോഷ്യ ചെയ്യുന്നത്, ബുക്ക് റീഡിങ്, മ്യൂസിക് എല്ലാം അവിടെ ഒരു നല്ല പ്ലസൻറ്റബിൾ സ്പേസാണ്. ഈ ബെഡ്റൂമൊക്കെ 10x10 അല്ലേ ഉള്ളൂ. 10x10 ആണെങ്കിൽ നമ്മളൊരു കിൻ സൈസ് ബെഡ് വിട്ട് ഒരു വാർഡ്രോബ് ഇടേണ്ട സ്ഥലം ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് എല്ലാവരും പ്രൊഡക്റ്റ് ചെയ്തത്. എന്നാലും തിരിച്ച് ഹൗസ് വാമിങ്ങിന് മുമ്പ് അവർ വന്ന് കണ്ടപ്പോൾ എല്ലാവരും തന്നെ വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു 10x10 റേഞ്ചിനകത്ത് ഇത്രയും വളരെ മനോഹരമായിട്ട് എല്ലാ ബെഡ്റൂമിലും ക്വിൻ സൈസ് ബെഡ് വിത്ത് വാർഡ്രോബ്, അങ്ങനെ എല്ലാ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞു റൂമുകളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ വി ആർ വെരി ഹാപ്പി. അങ്ങനെ ഞങ്ങൾക്കൊരു നല്ല ഡിസിഷനാണ് അജിഷ പറഞ്ഞത്. ഡി ലൈഫിൽ നമ്മുടെ ഒരു പുതിയ ഹൗസിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാമെന്ന്. 100% സക്സസ് ആണ്. താങ്ക് യു ഡി ലൈഫ്. താങ്ക് യു വെരി മച്ച്.